ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴിലെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നാണല്ലോ മാനാട്. സിനിമയുടെ 2ാം ഭാഗം വരുമെന്ന് ആദ്യ ഭാഗം എത്തിയപ്പോൾ തന്നെ അറിയിച്ചതാണ്. എന്നാൽ വർഷങ്ങളായിട്ട് സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നില്ല. ഇപ്പോഴത്തെ വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ STR നായകനെ എത്തുന്ന സിനിമയുടെ ഷൂട്ട് നിലവിലെ STRന്റെയും വെങ്കട്ടപ്രഭുവിന്റെയും സിനിമാ തിരക്കുകൾ കഴിഞ്ഞാൽ ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷത്തോടെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർഗൻ ഈ ആഴ്ച ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണ്. വിജയ് ആന്റണി സിനിമയിലെ ആദ്യ 6 മിനിറ്റ് രംഗങ്ങൾ നാളെ വൈകിട്ട് 6 മണിക്ക് റിലീസാകുന്നതാണ്. മിറാഷ് ആസിഫ് അലി നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി ചാർട്ട് ചെയ്യപ്പെട്ട ഡേറ്റ് പുറത്തു വരുമ്പോൾ ജൂലൈ 24 അതല്ലെങ്കിൽ ജൂലൈ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ വീഡിയോ കണ്ടന്റുകൾ ഉടനെ പ്രതീക്ഷിക്കുന്നു. കമ്മീഷണർ എന്ന സിനിമ സുരേഷ് ഗോപിക്ക് ഒരുപാട് ആരാധകരെ സമ്മാനിച്ച സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ചിത്രം റിലീസിനായിട്ടിരിക്കുകയാണ്. സിനിമയുടെ 4K റിലീസ് ഉടനെ ഉണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങളായി സിനിമാ ചർച്ചകൾ നടക്കുന്ന സംവിധായകൻ ഡയറക്ടർ കോംബോയാണല്ലോ സൗബിൻ ദുൽഖർ കോംബോ. ഈ കോംബോയിൽ വരാനിരിക്കുന്ന ബീച്ച് റേസിംഗ് പ്രമേയമാക്കി വരാനിരിക്കുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷത്തിന്റെ 2ാം പകുതിയുടെ മധ്യത്തിൽ ആരംഭിക്കും. അർച്ചന കവിയാണ് സിനിമയുടെ കഥ എന്നാണ് റിപ്പോർട്ട്. 2 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ദുൽഖറിന്റെ ഐ ആം ഗെയിമിന് ശേഷം തൊട്ട് പിന്നാലെ ഷൂട്ട് നടക്കുന്ന സിനിമയായിരിക്കും സൗബിൻ സിനിമ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടനോട് ഒരു കഥ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു എന്നൊരു റൂമർ ഒരാഴ്ചക്കിടയിൽ പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ ധ്യാൻ ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഛോട്ടാ മുംബൈ പോലൊരു കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ ലാലേട്ടനുമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന്റെ പണിപ്പുരയിലാണ് ചർച്ചകൾ നടന്നു വരുന്നു എന്നൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ ധ്യാൻ അറിയിച്ചിരിക്കുന്നത്. ലവാഷൻ ഡ്രാമയ്ക്ക് ശേഷം ധ്യാൻ സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്ന അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണ് നിലവിൽ ധ്യാൻ. അതിനിടയിലാണ് ലാലേട്ടൻ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും സംഭവിക്കട്ടെ ഈ കോംബോ എന്ന് ആശംസിക്കാം. കാത്തിരിക്കുക കൂടുതൽ വാർത്തകൾക്ക്.